ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിന് ചരിത്ര നേട്ടം. ഹോങ്കോങ്ങിനെ തോൽപ്പിച്ച് സെമിയിലെത്തിയ വനിതാ ടീം മെഡൽ ഉറപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ ടീം ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്നത്. മലയാളി താരം ട്രീസ ജോളിയും ടീമിന്റെ ഭാഗമാണ്. വിശദാംശങ്ങളുമായി അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്ത്യൻ വനിതാ ടീമിനെ സംബന്ധിച്ച ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. ഈ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനിതാ ടീം ഒരു മെഡൽ ഉറപ്പിക്കുന്നത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിനെയാണ് തോൽപ്പിച്ചത്. അതും വളരെ ആധികാരികമായി വൻ ആധിപത്യത്തോടുകൂടി തന്നെയാണ് ടീം ജയിച്ചു മുന്നേറിയത്. ഇനി സെമിയിലേക്ക് മുന്നേറിയതോടുകൂടി ഒരു വെങ്കല മെഡലെങ്കിലും ഉറപ്പിച്ചു കഴിഞ്ഞു. അത് വെള്ളിയോ സ്വർണമോ എന്ന തരത്തിലേക്ക് മാറ്റാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്നലെ തന്നെ ചൈനയെ അട്ടിമറിച്ചുകൊണ്ടാണ് കേരളം ഗ്രൂപ്പിൽ നിന്ന് മുന്നേറിയത്. അതും വലിയൊരു നേട്ടം തന്നെയാണ്. ചൈനയെ പോലെ ഒരു കരുത്തുറ്റ ടീമിനെതിരെ ഒരു അണ്ടർഡോഗ്സ് എന്ന തരത്തിൽ വലിയ പ്രകടനത്തോടു കൂടിയാണ് മുന്നേറിയത്. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഹോങ്കോങ്ങിനെ തോൽപ്പിച്ച് മെഡൽ ഉറപ്പിക്കുകയും ചെയ്തത് PV സിന്ധുവാണ് ആദ്യ ഗെയിമിൽ ഇന്ത്യക്കായി ഇറങ്ങിയത്. അതിൽ ഒരു മികച്ച പ്രകടനം, അതും ആധികാരികമായിട്ട്. ഒപ്പം തന്നെ അശ്വിനി പൊന്നപ്പയും ടനീഷയും വന്നു. പിന്നീട് യുവതാരം ചാലിഹയും വന്നതോടുകൂടി 3-0 എന്ന സ്കോർ ലൈനാണ് ഹോങ്കോങ്ങിനെ മറികടന്നത്. ഈ ടീമിന്റെ ഭാഗമാണ് മലയാളി താരം ട്രീസ ജോളി പുല്ലേല ഗോപിചന്ദന്റെ മകൾ ഗായത്രിയും സഖ്യം ഡബിൾസിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷെ അവർ ഇറങ്ങേണ്ടി വന്നില്ല. അപ്പോഴേക്കും തന്നെ ഇന്ത്യ 3-0 എന്ന സ്കോർ ലൈനിൽ ജയിച്ചു കയറി. ഇന്ത്യ ഇനി അടുത്ത ദിവസം നാളെയാണ് സെമി ഫൈനൽ പോരാട്ടം. എന്തായാലും ഇന്ത്യൻ ബാഡ്മിന്റൺ സമീപകാലത്ത് വലിയ നേട്ടങ്ങൾ പല മേഖലകളിൽ കൊയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ നേട്ടത്തിലേക്ക് ഒരു പുതിയ പുതിയ അധ്യായം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര മെഡൽ കൂടിയാണ് ഇന്ത്യൻ വനിതാ ടീം ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.